ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് ബിടെക് കഴിഞ്ഞ് എന്താ പരിപാടി ചോദിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന കോളേജ് ഫ്രണ്ടിലാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങാം. ആരെങ്കിലും കിട്ടുമെങ്കിൽ ഇവിടെ തന്നെ ചോദിക്കാം. ഇതാണ് നമ്മുടെ കോളേജ്. നമ്മുടെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്ലേസ്മെൻറ്റ് ട്രൈ ചെയ്യും. പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഹയർ സ്റ്റഡി ഗേറ്റ് നോക്കണം. കുറച്ച് കഷ്ടപ്പെടണം. പ്ലേസ്മെൻറ്റ് കിട്ടി അയച്ചില്ലേ. ഓക്കെ, ഇന്നോ പ്ലേസ്മെന്റ് തന്നെ അതിപ്പോൾ മാക്സിമം കോർ വേണം എന്നാണ്. പക്ഷെ ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയാലും കുഴപ്പമില്ല. നല്ല രീതി. എടാ, ബിടെക് കഴിഞ്ഞ പരിപാടി? ബിടെക് കഴിഞ്ഞിട്ട് ഞാനെന്ന് വെച്ചാൽ ഗേറ്റ് നോക്കുന്നുണ്ട്. ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഹയർ സ്റ്റഡീസിന് പോലെ ഇതുള്ളൂ. പിന്നെ പ്ലേസ്മെൻ്റ് എല്ലാം നല്ല പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അതിന് കയറി പോകണം എന്നാണ്, ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കണം. പക്ഷേ എന്തായി തരുമെന്ന് അറിയില്ല. ഓ, വിഷയം നിനക്കോ? ബിടെക് കഴിഞ്ഞിട്ട് സിനിമ അതിന് വേറെ പരിപാടി ഒന്നുമില്ല. ബിടെക് കഴിഞ്ഞ് തീർക്കാം, വേറെ സിനിമ. ഓ, വിഷയം ഞാനും ആ കൂട്ടത്തിലെ വെറൈറ്റി പ്ലാനാണ്. ഒരുത്തന് ഭയങ്കര പ്ലാനാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. അടുത്തടുത്ത് ചോദിക്കുക. എടാ, ബിടെക് കഴിഞ്ഞത് പരിപാടി? ബിടെക് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ആയിരിക്കും. ഓക്കെ, ശരി ഗൈസ്. കുറേ പേർക്ക് ഭയങ്കര നാണമാണ്, കുറേ പേരൊന്നും പറയുന്നില്ല, ഓടുവാണ്. ബിടെക് കഴിഞ്ഞത് പരിപാടി? പ്ലേസ്മെൻറ്റ്. ഓക്കെ, എന്താ പരിപാടി? PSC അല്ലെങ്കിൽ എക്സാംസ് ട്രൈ ഓക്കെ ചെയ്യും. ഓക്കെ. ജോലിക്ക് പ്ലേസ്മെൻറ്റാ? പ്ലേസ്മെന്റ് അത് കഴിഞ്ഞ് കല്യാണം. ഓക്കെ ഗൈസ്, നമുക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാം. താങ്ക് യു ഗൈസ്. ബിടെക് എന്താ പരിപാടി? വിഷ്ണു. പ്ലേസ്മെൻറ്റ് കിട്ടിയോ? കിട്ടി. ഓക്കെ, നീയോ? ഞാൻ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്. ഓക്കെ ഓക്കെ, ഇത്രേ ഉള്ളൂ. അത് എനിക്ക് പ്ലേസ്മെന്റ് നോക്കണം എന്നാണ് ഉള്ളത്. ഓക്കെ ഗൈസ്, അടുത്തടുത്ത് ചോദിക്കാം. പ്ലേസ്മെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ M.Tech രണ്ടും നോക്കാം. നിനക്കോ? പ്ലേസ്മെന്റ് നോക്കാം, പിന്നെ നോക്കട്ടെ, ടൈം ഉണ്ടല്ലോ. ഓക്കെ ഹയർ സ്റ്റഡീസ് പോകാനാണ് താല്പര്യം. ഓക്കെ ഓക്കെ, പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. ഓക്കേടാ, ശരി, താങ്ക് യു ഗൈസ്. ഇതാണ് നമ്മുടെ കോളേജ് ക്യാൻറ്റീൻ. നമുക്ക് ഈ ഭാഗത്തിൽ ആൾക്കാരെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെയൊക്കെ ആൾക്കാർ ഇപ്പം ഉച്ചയാണല്ലോ, ചോറ് കഴിക്കാൻ വരുന്നുണ്ടായിരിക്കും. എടാ, ബിടെക് എന്താ പരിപാടി? ബിടെക് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പ്ലേസ്മെൻറ്റ് നോക്കും, കിട്ടിയില്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, അതുമില്ലെങ്കിൽ വേറെ പിന്നെ ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്യും. അത് നമ്മൾ ആ ടൈമിൽ എന്താണ് എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട്. ഓക്കെ ഓക്കെ, നീയോ? ഫോർത്ത് ഇയർ ആകുമ്പോൾ എന്താണ് തലയുള്ളത്, അതാണ് പ്ലേസ്മെന്റ് ആണ് നോക്കണത്. ഓക്കെ ഓക്കെ, അല്ലെ ഹയർ സ്റ്റഡീസിന് നോക്കും പറഞ്ഞ പോലെ. നീയോ? ഞാൻ പ്ലേസ്മെന്റ് തന്നെ നോക്കുന്നത്. അത് കഴിഞ്ഞ് വേറെ പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, സമയമുണ്ടല്ലോ. ഓക്കെ, സമയം. ഹയർ സ്റ്റഡീസ്. ഓക്കെ, നീയോ? ഹയർ സ്റ്റഡീസ്. നീയോ? ഞാൻ ഹയർ സ്റ്റഡീസ് തന്നെ. ഓക്കെ. എടാ, ബിടെക് എന്താ പരിപാടി? ബിടെക് കഴിഞ്ഞ് കുറച്ചാൾ വർക്ക് ചെയ്യണം, പിന്നെ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണം, റെസ്റ്റോറൻറ്റ് തുടങ്ങണം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. ഗൈസ്, ബിടെക് എന്താ പരിപാടി? M.Tech. ഞാനും ഗേറ്റ്. ഓക്കെ ഓക്കെ, പ്ലേസ്മെന്റ് ജോലി വാങ്ങണം. പ്ലേസ്മെന്റ് നോക്കുന്നു. ഓക്കെ, M.Tech. താങ്ക് യു ഗൈസ്. ഇതാണ് നമ്മുടെ കോളേജിലെ ഗസീബോ എന്ന് പറയുന്ന സ്ഥലം. എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നൊക്കെ സ്ഥലമാണ്. ഇവിടെ കുറേ പേര് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ആരെങ്കിലും കിട്ടുമോ നോക്കാം. ഗൈസ്, ബിടെക് കഴിഞ്ഞത് പരിപാടി? ഹയർ സ്റ്റഡീസ്. ഓ, നിനക്കോ? കോച്ച്. നീയോ? ഹയർ സ്റ്റഡീസ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, എല്ലാവരും ഹയർ സ്റ്റഡീസ് ആണ്. എടാ, ബിടെക് കഴിഞ്ഞത് പരിപാടി? മാസ്റ്റേഴ്സിനായി അബ്രോഡ് പോവുക ആണ് നോക്കും. നീയോ? ജോലി കിട്ടിയാൽ ജോലി, ഇല്ലെങ്കിൽ എന്നെയാണെന്ന് അറിയത്തില്ല. പ്ലേസ്മെന്റാ? പ്ലേസ്മെന്റ് നോക്കും. ഓക്കെ ഓക്കെ, നീയോ? മാസ്റ്റേഴ്സ്. ഓക്കെ, മാസ്റ്റേഴ്സ് എടുക്കാനാണ്. നീയോ? MBA. ഗൈസ്, എല്ലാവർക്കും വെറൈറ്റി പ്ലാൻസ് ആണ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ബിടെക് കഴിഞ്ഞ പരിപാടി? ബിടെക് കഴിഞ്ഞ പ്ലേസ്മെന്റാണ് നോക്കുന്നത്. നീയോ? ഗേറ്റ് M.Tech എന്തെങ്കിലും. ബിടെക് കഴിഞ്ഞ പരിപാടി? M.Tech ആണ്. ഓക്കെ, എന്താ പരിപാടി ബിടെക് കഴിഞ്ഞിട്ട്? M.Tech ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഗേറ്റ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ശരി. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ സോഷ്യൽ എക്സ്പീരിയൻസ് എന്ത് മനസ്സിലായി? കൂടുതലും ബിടെക്കിന് പ്രിഫർ ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് അല്ലേ? ഇതിൻ്റെ നിങ്ങൾ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ, ബിടെക് ചെയ്ത് എളുപ്പമാക്കാനും പ്ലേസ്മെൻറ്റ് സഹായിക്കാനും പ്ലേസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാ സഹായങ്ങളും, മാത്രമല്ല ഗേറ്റ്, കാറ്റ് അങ്ങനെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും നിങ്ങളുടെ M.Techന് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാനും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ നല്ലതല്ലേ? എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരാളുണ്ട്. നിങ്ങൾക്ക് വെറും 15,000 രൂപയ്ക്ക്, അതും എൻ്റെ ഈ കൂപ്പൺ കൂടി ഉപയോഗിച്ചാൽ അതിനെക്കാട്ടിലും ഓഫർ കിട്ടും. 10% പിന്നെയും കുറഞ്ഞിട്ടും ഈ ഇത്രയും ചെറിയൊരു റേറ്റിന് നിങ്ങൾക്ക് ബിടെക് പഠിക്കാൻ വേണ്ടുന്ന എല്ലാം, പ്ലേസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടുന്ന എല്ലാം, പിന്നെ M.Tech, കാറ്റ് അങ്ങനെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏതാണെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടുന്ന എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ഇത് എം സിഗ്മയുടെ പുതിയ കോഴ്സാണ് 0 to Infinity എന്ന് പറയും. ഇത് ഏർലി ബേർഡ് ഓഫറാണ്. ഈ ചെറിയ റേറ്റ് ഇപ്പോൾ തന്നെ എടുത്താൽ ഈ വില കുറഞ്ഞ് കിട്ടും, പിന്നെ വില കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമുള്ളൊരു പരിപാടിയാണ്. ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാത്രമല്ല എൻ്റെ ഈ കൂപ്പൺ കോഡുകളുണ്ട്, അതെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾക്ക് 10% കുറഞ്ഞ് കിട്ടും. ഇവർക്ക് ഗേറ്റിനും ബിടെക്കിനും അല്ലാതെ ഈ 0 to Infinityക്കും സെപ്പറേറ്റ് കൂപ്പൺ കോഡാണ് ഉള്ളത്. അത് ഉപയോഗിച്ച് തന്നെ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. അത് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നത് നല്ല ഡിസ്കൗണ്ട് പിന്നെയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഇത് മിസ്സാക്കാതെ കയറാൻ നോക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലെ ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയും കിട്ടില്ല. ഓക്കെ.